ശബരിമലയിൽ യുവതീ പ്രവേശനം അനുവദിച്ച വിധി പുനർപരിശോധിക്കരുതെന്ന് ആവശ്യപ്പെട്ട് ദർശനം നടത്തിയ ബിന്ദുവും കനകദുർഗയും സുപ്രീം കോടതിയിൽ ഹർജി നൽകി. പുനർപരിശോധനാ ഹർജി നാളെ പരിശോധിക്കാനിരിക്കെയാണ് ഇരുവരുടെയും പെട്ടെന്നുള്ള നീക്കം. സ്ത്രീകളുടെ അവകാശങ്ങളുടെ നിർണായക വിധിയാണിതെന്നും ഇരുവരും ചൂണ്ടിക്കാണിച്ചു. 56ഓളം പുനർപരിശോധനാ ഹർജികളാണ് നാളെ കോടതി പരിഗണിക്കുക. അതിനൊപ്പം തന്ത്രിക്കെതിരെ നൽകിയ കോടതിയലക്ഷ്യ ഹർജിയും പരിഗണിക്കണമെന്ന് ഇവരുടെ അഭിഭാഷകർ ആവശ്യപ്പെട്ടു. അക്കാര്യം വാദത്തിനിടെ ഉന്നയിക്കാമെന്ന് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് പറഞ്ഞു. കുംഭമാസത്തിൽ നട തുറക്കുമ്പോൾ ദർശനത്തിന് അനുവദിക്കണമെന്നും ഇരുവരും ആവശ്യപ്പെട്ടു. അതോടെ കുംഭമാസത്തിലും ശബരിമല സംഘർഷാവസ്ഥയിലാകുമെന്ന് ഉറപ്പായി. നാളെയും മറ്റന്നാളും ഭരണഘടനാ ബെഞ്ച് കേസിൽ വാദം കേൾക്കും. കോടതി വിധി പുനർപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് തന്ത്രിയും കോൺഗ്രസും NSSും അടക്കമുള്ളവരാണ് ഹർജി നൽകിയിരിക്കുന്നത്. ഈ അപേക്ഷയിലാണ് തുറന്ന കോടതിയിൽ വാദം കേൾക്കുന്നത്. നീണ്ട 12 വർഷം വാദം കേട്ട ശേഷമാണ് കഴിഞ്ഞ സെപ്റ്റംബർ 28-ന് സുപ്രീം കോടതി യുവതീ പ്രവേശന വിധി പുറപ്പെടുവിച്ചത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വിധിയെ സ്വാഗതം ചെയ്തു. എന്നാൽ NSSും പന്തളം കൊട്ടാരവും തന്ത്രി കുടുംബവും വിധിയെ എതിർത്ത് നാമജപവുമായി തെരുവിലിറങ്ങിയതോടെ BJPയും കോൺഗ്രസും സംഘപരിവാറും നിലപാട് മാറ്റി. അതോടെ വിധി നടപ്പാക്കാൻ തയ്യാറായ സർക്കാരിനെതിരെ ഇവർ തിരിഞ്ഞു. തുലാമാസ പൂജകൾക്ക് നട തുറന്നപ്പോൾ മാധ്യമപ്രവർത്തകരും ചില യുവതികളും ദർശനത്തിനെത്തിയെങ്കിലും പ്രതിഷേധമുണ്ടായി. മാധ്യമപ്രവർത്തകർക്ക് നേരെ വ്യാപകമായ ആക്രമണം നടന്നു. BJP നേതാവ് ശോഭ സുരേന്ദ്രനും മറ്റും പമ്പ ഗണപതി ക്ഷേത്രത്തിന് സമീപം നാമജപം നടത്തിയപ്പോൾ നിലയ്ക്കലിൽ നിന്ന് പമ്പയിലേക്ക് ബസ്സിൽ റിപ്പോർട്ടിംഗ് പോയ വനിതാ മാധ്യമ പ്രവർത്തകരെ RSSകാർ ക്രൂരമായി മർദ്ദിച്ചു. നിലയ്ക്കലിൽ വലിയ സംഘർഷമുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട 200-ലധികം പേർക്കെതിരെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. ആക്ടിവിസ്റ്റായ രഹന ഫാത്തിമയും കവിത ജക്കാൽ എന്ന മാധ്യമ പ്രവർത്തകയും പോലീസ് സുരക്ഷയിൽ വലിയ നടപ്പന്തൽ വരെ എത്തിയതും വിവാദമായി. അതോടെ സർക്കാർ ആക്ടിവിസ്റ്റുകളെ മലകയറ്റാൻ ശ്രമിക്കുന്നെന്ന് പ്രചാരണമുണ്ടായി. പ്രളയത്തിൽ പമ്പയും പരിസര പ്രദേശങ്ങളും തകർന്നു കിടക്കുന്നതിനാൽ സാവകാശ ഹർജി നൽകണമെന്ന് പന്തളം കൊട്ടാരവും കോൺഗ്രസും ആവശ്യപ്പെട്ടെങ്കിലും സർക്കാർ വഴങ്ങിയില്ല. പുനർപരിശോധനാ ഹർജി നൽകുമെന്ന് ദേവസ്വം പ്രസിഡന്റ് ആദ്യം പറഞ്ഞെങ്കിലും മുഖ്യമന്ത്രി ഇടപെട്ട് അദ്ദേഹത്തെ കൊണ്ട് തിരുത്തിച്ചു. മുഖ്യമന്ത്രി വിളിച്ച ചർച്ചയിൽ പന്തളം കൊട്ടാരവും താഴ്മൺ കുടുംബവും പങ്കെടുത്തില്ല. സംഘർഷം ശക്തമായപ്പോൾ മുഖ്യമന്ത്രി വീണ്ടും ചർച്ചയ്ക്ക് വിളിച്ചു. അതിൽ ദേവസ്വം ബോർഡ് സാവകാശ ഹർജി നൽകാൻ തീരുമാനമായി. ചിത്തിരാട്ട വിശേഷത്തിന് കൊച്ചുമക്കളുടെ ചോറൂണിനെത്തിയ 50 കഴിഞ്ഞ സ്ത്രീകൾ വരെ ആക്രമിക്കപ്പെട്ടു. അതിന്റെ ഗൂഢാലോചനയിൽ BJP നേതാവ് K സുരേന്ദ്രൻ അടക്കം ജയിലിലായി. പൊതുമുതൽ നശിപ്പിച്ചതിനും അക്രമം നടത്തിയതിനും ഇപ്പോഴും നിരവധി BJP പ്രവർത്തകർ ജയിലിലാണ്. വിധി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി സർക്കാർ നവോത്ഥാന സംഘടനകളുടെ യോഗം വിളിച്ചു. NSS അടക്കം ചില സംഘടനകൾ പങ്കെടുത്തില്ല. യോഗ തീരുമാനപ്രകാരം ജനുവരി 1-ന് വനിതാ മതിൽ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. അതിനു മുമ്പ് ഡിസംബർ 26-ന് ശബരിമല കർമ്മസമിതി അയ്യപ്പ ജ്യോതി തെളിയിച്ചു. NSS അതിന് പരോക്ഷ പിന്തുണയും നൽകി. വനിതാ മതിൽ വലിയ വിജയമായി. തൊട്ടടുത്ത ദിവസം ബിന്ദുവും കനകദുർഗയും ശബരിമലയിൽ ദർശനവും നടത്തി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.